ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് നമുക്ക് ഇതുപോലുള്ള ഒരു പുതിയ മോഡൽ ഡ്രസ്സ് എങ്ങനെ കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും രണ്ടും രണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താം. ഇത് കണ്ടോ, ഇതാണ് ഫ്രണ്ട് പോർഷനാണ് ബോഡി പാർട്ടിൻ്റെ. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക. നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് നമ്മുടെ ലെങ്ത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത്ത് 16 ഇഞ്ചാണ്. തയ്യൽ തുമ്പോട് കൂടി 16 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുത്തത്. ഇത് ഫ്രണ്ട് പാർട്ട് മാത്രമാണ് കേട്ടോ. ഷോൾഡർ വരുന്നത് 7 ഇഞ്ചാണ്. ഇത് കണ്ടോ, 7 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആം ഹോളും 7 തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ വരച്ചിട്ട് 1/2 ഇഞ്ച് വെച്ച് ഒരു ഷേപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്ക് പാർട്ട് നോക്കാം. നെക്കിനായിട്ട് ഞാനിതിവിടെ 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 3 ഇഞ്ച് തന്നെയാണ് ഇവിടെയും വയ്ക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. 5.5, 6, 6.5 അങ്ങനെയൊക്കെ കൊടുക്കാം. ഇനി ഇങ്ങോട്ട് ചെസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് കൊടുക്കുന്നത്. ഞാനിവിടെ 11 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 10 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇതിലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. തയ്യൽ തുമ്പോട് കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എങ്ങനെയാണ് എടുത്തു വച്ചിരിക്കുന്നതെന്ന് നോക്കാം. ബാക്ക് പാർട്ട് അത് ഫ്രണ്ട് പാർട്ട് മടക്കിയ പോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ അടുത്തേക്ക് തന്നെ വരണം, അല്ലെങ്കിൽ ഓപ്പൺ ആയി പോകും. ഇത് കണ്ട് ഫോൾഡ് ചെയ്ത് ലെങ്ത്ത് അതുപോലെ തന്നെ 16 ഇഞ്ച് കൊടുത്തു. ഷോൾഡർ 7 ഇഞ്ചാണ്. അതുപോലെ തന്നെ നെക്ക് ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇറക്കി കൊടുക്കാം. ഇത് 3 ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ആം ഹോളിനും 7 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് വരച്ചിട്ട് ഞാൻ ഫ്രണ്ട് പാർട്ട് പറഞ്ഞതുപോലെയല്ല, ഇത് 1.5 ഇഞ്ച് ഇതുപോലെ കയറ്റിയിട്ടാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നല്ല പാർട്ട് ഏതാണെന്ന് നോക്കിയിട്ട്. ഇത് ബാക്ക് പാർട്ടാണ്. ആദ്യം വെട്ടിയത് ഫ്രണ്ട് പാർട്ടായിരുന്നു. ഇനി നെറ്റ് നമുക്ക് എടുത്ത് വെട്ടണം. ഇതിന് നെറ്റ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് നമ്മൾ നെറ്റ് എടുത്ത് വെക്കേണ്ടത്. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേറെ വേറെ എടുത്ത് വയ്ക്കണം. ഇത് കണ്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ആം ഹോളിൻ്റെ അളവെടുക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് കണ്ടല്ലോ, ആ അളവ് അനുസരിച്ചാണ് നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഫുൾ സ്ലീവാണ് കേട്ടോ. ചുരുങ്ങി കിടക്കുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. നെറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ക്രോസ് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് രണ്ടായിട്ട് മടക്കിയിട്ട്, ഇത് കണ്ടോ, രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിട്ടേക്കുന്നതാണ്. ക്രോസ് ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ അളവ് നമ്മൾ എടുത്തില്ലേ, ആ അളവ് തന്നെയാണ് ഇവിടെ വെക്കേണ്ടത്. എത്രയാണോ കിട്ടുന്നത്, മുകളിലേക്ക് കയറ്റി വയ്ക്കാമെങ്കിൽ അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടുമെങ്കിൽ അങ്ങനെ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ 3 ഇഞ്ച് നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 3 ഇഞ്ച് കൊടുക്കാം. ഈ 3 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വരുന്നത് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഒരു 21, 22 ഒക്കെയാണ് നമുക്ക് വേണ്ടത്. ഇത് ചുരുങ്ങി ഇങ്ങനെ കിടക്കുന്ന ചുരി ബോട്ടം പോലെ, നമ്മളിപ്പോൾ ചുരി സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത്. ചുരി ബോട്ടം തയ്ക്കുമ്പോൾ ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്ന രീതിയിലുള്ളതാണല്ലോ, അതുപോലെ തന്നെയാണ് ഈ സ്ലീവും വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളൊരു 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി കൂടുതൽ ചുരുങ്ങി കിടക്കണം എന്ന് ആഗ്രഹമുള്ളവർ കൂടുതൽ ഇങ്ങനെ തുണിയിട്ട് മടക്കി ക്രോസായിട്ട് മടക്കി ഇതുപോലെ വരച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും കൂട്ടിയെടുക്കുക. ഇത് ലെങ്ത്ത് ഇത്രയേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ലെങ്ത്ത് കണ്ടോ, 21, 22 ഒക്കെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ചുരുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ട് പോർഷനാണ് ആദ്യം എടുത്തതുപോലെ തന്നെ. ഇത് കണ്ടോ, നെറ്റും കൂടി
ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനാണ്. ഇനി നമുക്കൊരു ചെറിയ പീസ് എടുത്തിട്ട്, ഇതുണ്ട് കോട്ടൺ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതുപോലെ നല്ല ഭാഗത്താണ് ഈ പീസ് വെക്കേണ്ടത്. ഇങ്ങനെ 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെറ്റ് ഭാഗത്ത്, നെറ്റ് നല്ല ഭാഗത്താണ് നെറ്റ് അടിച്ചിരിക്കുന്നത്, ആ നെറ്റിൻ്റെ ഭാഗത്താണ് ഞാനിവിടെ ചെറിയ പീസ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ 1/4 ഇഞ്ച് വിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ആ തയ്യൽ തുമ്പ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമാണ് കേട്ടോ, അതൊരു 1/4 ഇഞ്ച് വിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ നമ്മൾ തയ്ച്ച് വെച്ച ആ ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെ, കട്ട് ചെയ്ത് പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ചെറിയ നോച്ച് കൊടുക്കാം. ഈ സ്ക്വയറിൻ്റെ ഭാഗത്ത് മസ്റ്റായിട്ടും കൊടുക്കണം, എങ്കിലാണ് നമുക്ക് നല്ല സ്ക്വയർ കിട്ടുള്ളൂ. കണ്ടല്ലോ. ഇനി നമ്മൾ ആ ചെറിയ പീസ് വെച്ചിട്ടുണ്ടല്ലോ, അത് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇങ്ങനെ ഇതേ രീതിയിലാണ് നമ്മൾ മറിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല ഭാഗം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഈ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം നമുക്ക്. ഇത് കണ്ടോ, നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് കണ്ടോ ചെറിയ പീസ് വെച്ചത്, ആ പീസ് വെച്ചത് ഇതുപോലെ ഒന്ന് മടക്കി നമ്മൾ ആ നെറ്റ് പീസ് മാറ്റിയിട്ട്, നെറ്റും നല്ല പീസും അതായത് സാറ്റിൻ തുണിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെറ്റ് ഇങ്ങനെ മുകളിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നെറ്റിൽ സ്റ്റിച്ച് ചെയ്യാതെ തന്നെ ആ ചെറിയ പീസ് വെച്ചടിച്ചത് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ രീതിയിൽ നെറ്റ് മാറ്റിയിട്ട് തുണിയിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ എങ്ങനെയാണ് യോജിപ്പിക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട് പോർഷൻ ഇതാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗം, അതായത് നമ്മൾ ആ ചെറിയ പീസ് വെച്ചല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിട്ട് 1/2 ഇഞ്ച് വിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നിൽക്കുന്നത് കണ്ടല്ലോ. ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് ഭാഗവും ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ സ്ലീവ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്ലീവിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്ത് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഷോൾഡറിൻ്റെ ആ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ, ആ തയ്യൽ തുമ്പ് ഇങ്ങനെ മടക്കി ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ അവിടെ കൊടുക്കണം. ഇത് കണ്ടോ, ഈ രീതിയിൽ നീറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മടങ്ങി വന്നതുകൊണ്ട് ഇത് കണ്ടോ, തയ്യൽ തുമ്പ് വന്നേക്കുന്നത് അത് ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടല്ലോ, രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ടും കൂടി നെറ്റും ഈ പീസും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്കേർട്ട് പോർഷൻ ഇതിൻ്റെ അളവാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ സ്കേർട്ട് വെട്ടിയിട്ടില്ലായിരുന്നു, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അളവ് ഇപ്പോൾ ഈ ബോഡി പാർട്ടിൻ്റെ ലാസ്റ്റ് ഭാഗം ഇത് കണ്ടോ, നമുക്ക് കിട്ടിയിരിക്കുന്നത് 20 ഇഞ്ചാണ്. 20 ഇഞ്ചിൻ്റെ
20 ഇഞ്ച് ഇൻറ്റു 3 എന്നാണ് നമ്മുടെ കണക്ക്. അപ്പോൾ നമുക്ക് ഈ ടേപ്പ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 3 60 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ 60 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ലെങ്ത്ത് നമ്മുടെ ലെങ്ത്ത് എടുക്കാം. ഫുൾ ലെങ്ത്ത് ആണെങ്കിൽ ഫുൾ ലെങ്ത്ത്, ഫ്ലോർ ലെങ്ത്ത് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, മുട്ട് വരെ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. പ്ലസ് തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂടണമെന്ന് മാത്രം. ഇത് നെറ്റും കൂടി കൂടിയുള്ളതാണ്. അപ്പോൾ സാറ്റിൻ തുണിയും നെറ്റും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലോർ ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. അതിന് 54 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കണ്ടോ, നെറ്റും സ്കേർട്ടിന് കട്ട് ചെയ്ത സാറ്റിൻ തുണിയും കൂടി ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയുള്ള പ്ലീറ്റ്സാണ് ഇടുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബോക്സ് പ്ലീറ്റാണ് ഇടുന്നത്. അതുകൊണ്ട് തയ്യൽ തുമ്പിന് വേണ്ടി 1 ഇഞ്ച് മാറ്റിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കണ്ടോ, തുടക്കത്തിൽ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇങ്ങനെയൊന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ബോക്സ് പ്ലീറ്റ് ഇങ്ങനെയാണ് ഇടുന്നത്. നമ്മൾ ബോക്സ് പ്ലീറ്റിൻ്റെ അളവ്, അതായത് വലുപ്പം എത്ര വേണോ അതനുസരിച്ചുള്ള അളവെടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു നല്ല ഒരു അളവാണ് 3 ഇഞ്ച്. അതിനേക്കാൾ കൂടിപ്പോയാൽ കുറച്ചും കൂടി ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് തീരെ ചെറുതാണ് ഇഷ്ടം. ഒരു ആവറേജ് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളത് ഇതാണ്. അപ്പോൾ 3 ഇഞ്ച് ഞാൻ ഇതിങ്ങനെ ഇങ്ങോട്ട് തന്നെ വെച്ചു. ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് കണ്ടോ, 3 ഇഞ്ച് അളവെടുത്തിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം. ഇത് കണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇവിടെ സൂചി കുത്തി നിർത്തണം. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നിന്ന് തന്നെ നമുക്ക് 3 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത ഭാഗം വീണ്ടും എടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഭാഗം ഇത് നമ്മൾ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ നീങ്ങി പോകാതിരിക്കാൻ ഒരു കുറച്ച് ഭാഗത്തേക്കൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 3 ഇഞ്ച് എടുത്തു. അവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ച് നമ്മൾ അളവ് മെഷർമെൻറ്റ് എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഉദ്ദേശം വെച്ച് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് ബോക്സ് പ്ലേറ്റാക്കി എടുത്തു. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത ഭാഗം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ ഇങ്ങോട്ടൊന്ന് മടക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ മടക്കുന്നത് അങ്ങോട്ടാണ് മടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും, ഒരെണ്ണം ഇങ്ങോട്ടാണെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട്, അങ്ങനെയാണ് ബോക്സ് പ്ലേറ്റിന് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഉണ്ട്. ഇനി 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി മനസ്സിലായല്ലോ, ഇവിടെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. ഉണ്ടോ, ഈ രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഇത് കണ്ടോ, ബോക്സ് പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതുപോലെ ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കി, ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി ഇത് 2 പാർട്ടും, അത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ വേറെ വേറെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇങ്ങനെ ബോഡി പാർട്ടും ആയിട്ട് സ്കേർട്ട് പാർട്ടൊന്ന് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അറ്റാച്ച് ചെയ്യാനായിട്ട് ഇത് കണ്ടല്ലോ. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും, അതായത് നെറ്റ് വെച്ച് അടിച്ചിട്ടുള്ള നല്ല ഭാഗവും സ്കേർട്ട് പാർട്ടിൻ്റെ നെറ്റ് വെച്ച് അടിച്ചിട്ടുള്ള നല്ല ഭാഗവും തമ്മിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുണ്ട്, കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കുക. 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുണ്ടല്ലോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പോർഷൻ കണ്ടല്ലോ, നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇനി ഈ തയ്യൽ തുമ്പ് നമുക്കിങ്ങനെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതുണ്ട്, നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, ആ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട്, അതായത് ബോഡി പാർട്ടിലേക്ക് വെച്ചിട്ട്
ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പോർഷനും കൂടി അങ്ങനെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതേ 2 പോർഷനും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് നല്ല ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ സ്ലീവ് ഇങ്ങനെ മടക്കി അടിക്കണം. ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കി, അതായത് 2 മടക്കിലാണ് നമ്മളിത് അടിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതുപോലെ തന്നെ ഇതേ 2 സ്ലീവും ഇങ്ങനെ 2 മടക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കൂട്ടിയടിക്കാനായിട്ട് ഇങ്ങനെ തന്നെ മടക്കണം. ഇതേ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് മടക്കിയിട്ട് രണ്ടാമത് ഒന്നും കൂടി മടക്കിയിട്ട് ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് മുഴുവനായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി പാർട്ടിലേക്ക് കടക്കാം. ഷേപ്പ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു. സ്കേർട്ട് ലാസ്റ്റ് വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് കണ്ടല്ലോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, അപ്പുറത്തെ സൈഡും 2 സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താഴ്ഭാഗം വേണമെങ്കിൽ മടക്കി അടിക്കുക, ഇല്ലെങ്കിൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെറ്റിൻ്റെ അല്ലേ, സാറ്റിനാണെങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.